സുഹൃത്തുക്കളെ, ഞാൻ അനിൽ MD നിങ്ങളെ ഏവരെയും ഹെറിറ്റേജ് സോണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മത്സര പരീക്ഷാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കുറേ വിശേഷങ്ങളുമായി വരുന്നു പുതിയ വീഡിയോ. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ ചീഫ് ഗസ്റ്റ് ആയിരുന്നു ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. കർത്തവ്യപഥ് സാക്ഷ്യം വഹിച്ച റിപ്പബ്ലിക് ദിന പരേഡിൽ 1ാം സ്ഥാനം നേടി ഉത്തർപ്രദേശിന്റെ ടാബ്ലോ മഹാകുംഭ. തീം ഗോൾഡൻ ഇന്ത്യ, ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെന്റ്. പിങ്ങളകേശിനി എന്ന കവിതാ സമാഹാരം കെ ജയകുമാറിനു സമ്മാനിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. കൺസിഡറിംഗ് ദ ഗുഡ് ഗവേണൻസ് ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ്, കൊല്ലം വാസ് awarded the സ്വരാജ് ട്രോഫി ഫോർ ദ ബെസ്റ്റ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. കേരള നിയമസഭയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായി എഴുത്തുകാരൻ M. മുകുന്ദൻ. തുടർച്ചയായ 8ാം വർഷവും ആഗോള സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നിലനിർത്തി നോർഡിക് രാജ്യമായ ഫിൻലൻഡ്. പഞ്ചാബ് became the first state to broadcast legislative assembly proceedings in sign language. കർഷകർക്ക് ഡിജിറ്റൽ സേവനങ്ങൾ ഉറപ്പാക്കാൻ ജനസേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശ്രയ. അതിതീവ്ര ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ നൽകാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കവചം, കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം. ഭൂകമ്പം നാശം വിതച്ച മ്യാൻമറിൽ ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് ഇംപ്ലിമെന്റഡ് എ യൂണിഫോം സിവിൽ കോഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ലോകത്താദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനു മാത്രമായി ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയും AI വകുപ്പിന് ഒരു മന്ത്രിയെ നിയമിക്കുകയും ചെയ്തു UAE. The first AI university in India was established in Maharashtra. വോട്ടർ പട്ടിക കൈകാര്യം ചെയ്യാനും പട്ടികയിലെ വ്യാജ എൻട്രികൾ ഒഴിവാക്കാനും ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കുന്ന സംവിധാനമാണ് ഇറോനെറ്റ്. The amended Waqf Act 1995 is known as Umeed Act, Unified Waqf Management, Empowerment, Efficiency and Development Act. തരിണി എന്ന പായ്വഞ്ചിയിൽ സമുദ്ര പരിക്രമണം പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യ വനിതാ ജോഡിയായി അറിയപ്പെടുന്നത് ദിൽന K ആൻഡ് രൂപ A. The World Government Summit was held in Dubai. The venue of the World Sustainable Development Summit was New Delhi. The UN Climate Change Conference COP30 will be held in Brazil in November 2025. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം മിനിമം ഡെയിലി വേജസ് ആയി കേരളം 369 രൂപ നൽകുമ്പോൾ 400 രൂപ നൽകുന്ന ഹരിയാന 1ാമതായി. സംസ്ഥാനത്ത് ഉപേക്ഷിക്കപ്പെട്ട ക്വാറികളിലെ ജലം കൃഷിക്കുപയോഗിക്കുന്നത് ഹരിത തീർത്ഥം പദ്ധതിയുടെ ഭാഗമാക്കി ഹരിത കേരള മിഷൻ. ഗതിനിർണയ ഉപഗ്രഹം NVS-02 ഭ്രമണപഥത്തിലെത്തിച്ച് 100ാമത്തെ വിക്ഷേപണവും വിജയകരമായി പൂർത്തിയാക്കി ISRO. സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ ലക്ഷ്യമിട്ട പ്രോബ 3 മിഷൻ വിജയിപ്പിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് തുണയായി ISRO. ബഹിരാകാശത്ത് ആദ്യമായി വിത്തുമുളപ്പിക്കൽ പരീക്ഷണം വിജയിപ്പിച്ചു ISROയുടെ POEM-4 മിഷൻ. The venue of the Commonwealth Games 2026 is Glasgow in Scotland. Asian Games 2026 will be held in Japan. Here is the end of this video. Thank you for watching.